ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് സംസാരിച്ചതും പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. പിന്നെ കുറേയെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഞാൻ കളക്ട് ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് സൗന്ദര്യ സങ്കല്പത്തിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ജന്മനാ തന്നെ നമ്മൾക്ക് ഒരു നാച്ചുറലായിട്ട് ഒരു സൗന്ദര്യത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ജനിക്കുന്നത്. ആരും എന്താ പറയുക വിരൂപരായിട്ടല്ല ജനിക്കുന്നത്. എല്ലാവർക്കും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ തന്നെയാണ്. പക്ഷേ കാര്യം നമ്മൾ ജനിക്കുമ്പോൾ നല്ല ബേബി സ്കിന്നൊക്കെ അല്ലേ എല്ലാവർക്കും. അപ്പോൾ കാലക്രമേണ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അന്തരീക്ഷത്തിലെ പൊല്യൂഷൻസ്, വെയിലടിക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്താ വ്യത്യസ്തമായ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പിന്നെ കഴിക്കുന്ന ഭക്ഷണം, അത്തരം ജീവിത രീതി കൊണ്ടാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കാലം കടന്നു പോകും തോറും നമ്മുടെ എന്താ പറയുക സ്കിന്നൊക്കെ കുറച്ചുകൂടി എല്ലാം ഹാർഡാകും. പിന്നെന്താ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഒരാൾ വെളുത്തിരുന്നാൽ ഭയങ്കര സൗന്ദര്യമാണ്, കറുത്തിരുന്നാൽ സൗന്ദര്യം കുറഞ്ഞു പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പം തന്നെ തെറ്റാണ്. നമ്മൾക്ക് എന്താണോ നാച്ചുറലായിട്ടുള്ളത് അതിനെ നമ്മൾ ഒന്നുകൂടി എന്താ പറയുക നന്നായിട്ട് സംരക്ഷിച്ച് നല്ല ആ ഒരു പഴയ ഒരു എന്താ ഒരു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെയാണ് ഈ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറുന്നത്. അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയും പുറമേ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസും, നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു, എത്ര നേരം കിടന്ന് ഉറങ്ങുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫ്, സ്ട്രെസ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരാളുടെ സൗന്ദര്യം കൂടുന്നതും കുറയുന്നതും ഒക്കെ. അല്ലാതെ ഇതിൽ വേറെ നിറത്തിലൊന്നും വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ള നിറത്തിനെ ഏറ്റവും നന്നാക്കി സൂക്ഷിക്കുക. കാര്യം ഞാൻ ആൻഡമാൻസിലെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു വനപ്രദേശത്തൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതൊരു എൻ റൂട്ട് യാത്രയാണ്. അത് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കോൺവോയ് ആയിട്ട് പോലീസിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടും. ആ പോകുന്ന വഴിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെറുവാസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബൽ ഗ്രൂപ്പ്, അതായത് ഒരു ഗോത്രവർഗ സമൂഹം ആ ഭാഗത്ത് ജീവിക്കുന്നുണ്ട് കാട്ടിനുള്ളിൽ. അവരിങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും വന്ന് നിൽക്കും. അപ്പോൾ ഒരിക്കലും വാഹനം അവിടെ നിർത്താൻ പാടില്ല എന്നാണ്. നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ചാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷേ പതുക്കെ സ്ലോ ആയിട്ട് പോകും. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് നമ്മളെല്ലാം ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടിട്ടാണ് ഇരിക്കേണ്ടത്. അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അവർ ഈ നാട്ടാൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ളവരല്ല, കാടിൻ്റെ മക്കളാണ്. അത് പ്യുവറായിട്ടുള്ള ഒരു ഗോത്രവർഗ്ഗമാണ്. അവരെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിലും അവരെ നമുക്ക് കാണാൻ കിട്ടും. വളരെ അടുത്ത്, കാറിൻ്റെ അടുത്ത് വരെ അവർ വരും. അവരുടെ കയ്യിൽ വെപ്പൺസൊക്കെ ഉണ്ടാകും. അപ്പോൾ വസ്ത്രം, അവർ മേൽവസ്ത്രമൊന്നും ഉണ്ടാവില്ല, സ്ത്രീകൾക്കൊന്നും കാണില്ല. അപ്പോൾ ഇത്രയും ഭാഗം അവർ നേക്കഡായിട്ടാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ അവരുടെ സ്കിന്ന് കാണണം. അവർക്ക് കളർ കുറവാണ്, ഡാർക്ക് സ്കിന്നാണ്. പക്ഷേ അവരുടെ സ്കിന്ന് കണ്ടാൽ നമ്മൾ കുതിച്ചു പോകും. അത്രയ്ക്ക് ഷൈനിങ് ആണ്, ഭയങ്കര തിളക്കമുള്ള സൗന്ദര്യമുള്ള സ്കിന്നാണ്. അന്ന് ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് ഈ ഡാർക്ക് സ്കിൻ, കുറച്ച് നിറം കുറഞ്ഞ, വെളുപ്പല്ല കറുത്തിരിക്കുന്ന സ്കിന്നിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. നല്ലൊരു തിളക്കമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടെക്സ്ചർ. അപ്പോൾ അങ്ങനത്തെ സ്കിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഹെൽത്തി സ്കിൻ, നല്ല തിളക്കവും നല്ല സ്മൂത്ത്നെസ്സും അങ്ങനെയുള്ള സിൽക്കി ആയിട്ടുള്ള സ്കിന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിൻ്റെ ഒരു സംരക്ഷണം. അപ്പോൾ എൻ്റെ ലിപ്സ് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അപ്പോൾ കാരണം നമ്മളെല്ലാം ഒരുപാട് മേക്കപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കൂടാണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പം അതായത് ആദ്യം നമ്മളൊരു ലിപ് ബാം പുരട്ടണം, നിർബന്ധമായും പുരട്ടണം. അതായത് മോയ്സ്ചറൈസ് ചെയ്യണം നമ്മുടെ ചുണ്ടിനെ. ആ ഒരു നമ്മൾ സ്കിന്നിൽ കൊടുക്കുന്ന പോലെ തന്നെ ചുണ്ടിനൊരു മോയ്സ്ചറൈസിങ് ആണ് ഈ ലിപ് ബാം ചെയ്യുന്നത്. നല്ല ഇനം SPF ഉള്ള, അതായത് സൺ പ്രൊട്ടക്ഷനുള്ള ലിപ് ബാം തന്നെ യൂസ് ചെയ്താൽ ഏറ്റവും നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ലിപ്സ്റ്റിക്ക് തേക്കുന്നത്. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് തേക്കുന്നത് കൊണ്ട് നമ്മുടെ ചുണ്ടിനെപ്പോഴും ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു കളറൊക്കെ ഒരു പക്ഷേ നഷ്ടപ്പെടും. അതുകൊണ്ടൊരു കെയർ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. മാത്രമല്ല പ്രായം അധികരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു മാറ്റങ്ങൾ വരുന്ന പോലെ ചുണ്ടിനും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ സ്കിന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്കിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിന്നായിട്ടുള്ള, തിന്ന് വെച്ചാൽ ഘനം കുറഞ്ഞ സ്കിൻ ഉള്ള ഭാഗം, തൊലി ഏറ്റവും ഘനം കുറഞ്ഞ തൊലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ കളർ ആ ഒരു നമുക്ക് നല്ല തുടിപ്പോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞില്ല, ചുണ്ട് നല്ല എന്താ പറയുക തത്തമ്മ ചുണ്ടെന്നൊക്കെ പറയുന്നത്, നല്ല ചുമന്നിരിക്കുന്ന അങ്ങനെ ആ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഒരു പ്രസൻസ് കൊണ്ടാണ് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആളിൻ്റെ നിറച്ച് ഹീമോഗ്ലോബിനൊക്കെ ഉള്ള ഒരാളിനാണെങ്കിൽ നല്ല ചുമന്ന ചുണ്ടൊക്കെ ആയിരിക്കും, പിങ്കിഷ്.
പിന്നെ അതുപോലെ തന്നെ അപ്പം നമ്മളൊരു ഒരു തണുത്ത ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് തണുക്കില്ലേ ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മുടെ രക്തഓട്ടമൊക്കെ ഒന്നുകൂടി ഒന്ന് എന്താ പറയുക ഫ്രീസ് ചെയ്യുന്ന പോലെ ആകില്ലേ, അത്ര ഭയങ്കര ഫ്ലോ ഉണ്ടാകില്ല. ആ സമയത്ത് നമ്മുടെ ചുണ്ടൊക്കെ വിളറിയിരിക്കും അല്ലേ തണുത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ലിപ്സിൻ്റെ ഒരു സ്കിന്നിന്, അതായത് തൊലിക്ക് ഒരു 3 മുതൽ 5 ലെയർ വരെ ഉള്ളൂ സ്കിൻ സെൽസിൻ്റെ ഒരു തിക്നെസ്. അതേസമയം നമ്മുടെ മുഖത്തൊക്കെ ആണെങ്കിൽ ഒരു 16 ലെയർ വരെ സെൽസിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. അതിനെക്കാട്ടിലും വളരെ വളരെ തിന്നാണ് നമ്മുടെ ലിപ്സ്. അത്ര വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെയല്ല, ചുണ്ട് വളരെ പെക്യൂലിയറാണ്, വളരെ പർട്ടിക്കുലറാണ്. പിന്നെ ഓരോ വ്യക്തിയുടെയും ഫിംഗേഴ്സൊക്കെ വ്യത്യാസമാണെന്ന് പറയില്ലേ, ഓരോരുത്തരുടെയും കൈരേഖകൾ വിരലുകളൊക്കെ വ്യത്യാസമാണ്. അതുപോലെയാണ് ഓരോരുത്തരുടെയും ചുണ്ട് വളരെ വ്യത്യസ്തമാണ്. അത് പ്രത്യേകതയാണ്, ഓരോരുത്തരുടെയും പ്രത്യേകതയാണ്. പല ഷേപ്പിലും പല സൈസിലും ഒക്കെ. ചിലർ നല്ല തടിച്ച ചുണ്ടായിരിക്കും, ചിലർ അത്ര തടിപ്പില്ലാത്ത ചുണ്ടായിരിക്കും, തിന്നായിരിക്കും. അപ്പോൾ എന്തായാലും ചെറുപ്പമായിരിക്കുമ്പോൾ ചുണ്ടൊക്കെ നല്ല തുടുത്തിരിക്കും. പക്ഷേ പ്രായം അധികരിക്കുന്നതോടുകൂടി കുറച്ചുകൂടി ഏജ്ഡായി വരുമ്പോൾ അതിൻ്റെ ഒരു പ്ലംനെസ്സൊക്കെ കുറയും, ആ തുടിപ്പൊക്കെ കുറഞ്ഞു വരും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ലിപ്സിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നു. അങ്ങനെ നമുക്ക് ലിപ്സിൻ്റെ അകത്തുള്ള ഒരു പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ആ തുടിപ്പൊക്കെ കുറഞ്ഞിട്ട് കുറച്ചുകൂടി കനം കുറഞ്ഞ ലിപ്സായിട്ട് മാറും. അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ലിപ്സിനെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് നല്ല രീതിയിൽ കെയർ ചെയ്ത് അതിനെ ഒന്ന് കൂടുതൽ പ്ലമ്മായിട്ടിരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള മസാജും ആ കാര്യങ്ങളും ഒക്കെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ് എന്ന് പറയുന്ന കാര്യത്തിന് വേർക്കില്ല. ലിപ്സ് വേർക്കാറില്ലല്ലോ, ചുണ്ട് വേർക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ലിപ്സിന് നമ്മുടെ കൈവെള്ള പോലെ തന്നെ ഓയിൽ ഗ്രന്ഥികളില്ല, ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്ന ഓയിൽ ഗ്ലാൻസ് നമ്മുടെ ലിപ്സിനില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളുമില്ല, വേർക്കത്തും ഇല്ല, പിന്നെന്താ ഓയിൽ പ്രൊഡക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിന് ആ ഒരു തുടിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ മോയ്സ്ചറൈസ് ചെയ്ത് എപ്പോഴും വയ്ക്കണം. അല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇളകിപ്പോകുന്ന രീതിയിൽ ചുളുക്കോട് കൂടിയൊന്നും സൂക്ഷിക്കരുത്. അതുപോലെ തന്നെ UV റേസ്, നമ്മുടെ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ചുണ്ടിലധികം അടിക്കാതെയും ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുണ്ടിനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നു അതനുസരിച്ച് ചുണ്ട് നല്ല തുടുത്ത് നല്ല പിങ്കിഷായിട്ട് ഇരിക്കും. ഒരുപാട് ഡാർക്കായി പോലെ ഒരുപാട് പേരുടെ പ്രശ്നമാണ് ചുണ്ട് കറുത്ത് പോകുന്നു, എങ്ങനെ ആ കറുത്ത ചുണ്ടിനെ കുറച്ചുകൂടിയൊക്കെ ലൈറ്ററാക്കാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടും ആയിരിക്കില്ല. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നിത്യവും സ്ഥിരമായിട്ട് നമ്മളുടെ ചുണ്ടിന് കെയർ കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ നമ്മൾ ചുണ്ടിനെയും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഹെൽത്തി ലിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലം ആയിട്ടിരിക്കുന്ന ലിപ്സ്, തുടുപ്പുള്ള ലിപ്സും പിന്നെ എന്താ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഒരു ഈർപ്പമുള്ള ഒരു ലിപ്സായിട്ടും ഇരിക്കണം. അങ്ങനെ ഒരു ഉണങ്ങി വരണ്ട് ഇരിക്കുന്ന ലിപ്സ് ആകരുത്. അപ്പോൾ ഇതിനെന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു റൊട്ടീൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ നൈറ്റ് കെയർ റുട്ടീൻ്റെ ഭാഗം, ഞാനൊരു ദിവസം എൻ്റെ നൈറ്റ് കെയർ റുട്ടീൻ കാണിച്ചു തരാം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ചെറിയൊരു കാര്യം. അതായത് ലിപ്സിനെ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം എക്സ്ഫോളിയേറ്റ് ചെയ്യണം ചുണ്ടിനെ. അതായത് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലെയും പോലെ തന്നെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇളക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു സ്ക്രബ് കൊടുക്കണം. അത് വീക്ക്ലി ട്വൈസ് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതൊരു കാര്യം. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട, ആഴ്ചയിൽ 2 പ്രാവശ്യം മാക്സിമം. പിന്നെ രാത്രി എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ലിപ്സിന് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ആ മസാജ് ചെയ്യുന്ന കാര്യങ്ങൾ അതവിടെ തന്നെ ഇട്ടേക്കണം രാവിലെ വരെ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി മുഖത്ത് നമ്മൾ നൈറ്റ് ക്രീം പുരട്ടുന്നു, പിന്നെ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഐ ക്രീം പുരട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിനും നമ്മളൊരു ബാം പുരട്ടിയിട്ട് കിടക്കണം. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മേക്കിംഗ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്ക്രബിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ സ്ക്രബിന് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. അതായത് പ്രധാനമായിട്ടും ഈ സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടായിട്ട് വരയ്ക്കൊന്നും ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. പക്ഷേ ഡെഡ് സ്കിൻ സെൽസ് പോകണം. അതിൽ ഏറ്റവും നല്ലൊരു സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ചെറിയ മിശ്രിതം ഉണ്ടാക്കി അതിങ്ങനെ ലിപ്സിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സർക്കുലർ മൂവ്മെൻറ്റ്സ് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മസാജ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ തുടച്ച് മാറ്റണം. അതാണ് എക്സ്ഫോളിയേറ്റിംഗ് മെത്തേഡ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ പഴയ സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു സോഫ്റ്റ് സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മിക്സിങ് ഞാൻ കാണിക്കാം. ഇതാണ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് പഞ്ചസാര എടുക്കുക, അതിലേക്ക് കുറച്ച് തേനും കൂടി യോജിപ്പിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പം നമ്മൾ ചുണ്ട് സ്ക്രബ് ചെയ്യാൻ പോവാണ്. സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ഇച്ചിരി കോട്ടണിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടയ്ക്കുക. ഓക്കെ, ഞാനൊരല്പം ലിപ്സ്റ്റിക്ക് ഇട്ടിരുന്നു, അത് ഞാൻ തുടച്ച് മാറ്റാണ്. അപ്പോൾ ഇച്ചിരി ഒന്ന് വെറ്റാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന
സ്ക്രബ് മെറ്റീരിയൽ എന്താണ്, തേനും പഞ്ചസാരയും ഇച്ചിരി എടുത്തിട്ട് വയ്ക്കുക. ഒരുപാടൊന്നും വേണ്ട, ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. ആ പഞ്ചസാരയുടെ തരി ഇച്ചിരി സ്ക്രബ് ഇഫക്റ്റ് കൊടുക്കും. ആൻഡ് തേന് മോയ്സ്ചറൈസിങ് ആണ്, അതുകൊണ്ട് ചുണ്ടിനെ ഡ്രൈ ആക്കില്ല. ഇങ്ങനെ കുറച്ച് നേരം വരയ്ക്കാം, ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ തുടച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാ ലിപ്സ്റ്റിക്കും മാറ്റിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ലിപ്സ് നല്ല പിങ്ക് ആയത് കണ്ടോ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഡെഡ് സ്കിൻ എല്ലാം പോയി. ഇപ്പോൾ തന്നെ അതെ സ്ക്രബ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റാണിത്. കാണുന്നുണ്ടല്ലോ ഇഫക്റ്റ്. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അതായത് ലിപ്സ്റ്റിക് എല്ലാം തുടച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്തത്. സ്ക്രബ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വെള്ളം തൊട്ട് തുടച്ചിട്ടേ ഉള്ളൂ, ടവൽ വെച്ച് ഒപ്പിയെടുത്തു. ഇപ്പോൾ നല്ലൊരു ലിപ്സ്റ്റിക് ഇട്ട ലിപ്സ് പോലെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ഹൗ ഐ ഡു ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം പോകും ലിപ്സിൽ. അങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്തു, എനിക്ക് നാച്ചുറലായിട്ടുള്ളൊരു പിങ്ക് ലിപ്സ് കിട്ടി. ഇനി നമ്മൾ ഒരു മോയ്സ്ചറൈസിങ്ങും കൂടെ ചെയ്യണം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതായത് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. മുന്നേ ഉണ്ടായിരുന്ന ആ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് വളരെ ടെൻഡർ സ്കിന്നിലേക്ക്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം നോക്കിക്കോളൂ, ഇത് വെണ്ണയാണ്. ഞാനിപ്പോൾ വെണ്ണയാണ് തേക്കുന്നത്. അതിന് പകരം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ചാലും മതി. ഒരല്പം വെണ്ണ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ബട്ടറിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല വെളിച്ചെണ്ണ, കേര, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തേങ്ങാപ്പാൽ വറ്റിച്ചുണ്ടാക്കുന്ന എണ്ണയായാലും മതി. പിന്നെ ആൽമണ്ട് ഓയിൽ നല്ലതാണ്, അരഗൻ ഓയിൽ നല്ലതാണ്. ഇതെല്ലാം ലിപ്സിൽ തേക്കാൻ നല്ലതാണ്. അങ്ങനെ എക്സ്ഫോളിയേഷൻ പ്രോസസ്സും കഴിഞ്ഞു. ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി വെണ്ണയും പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നു. എക്സ്ഫോളിയേറ്റിംഗ് ദ പിന്നെ എന്താ പറയുക ലിപ്സ്, അതൊരു സ്കിൻ കെയർ ആണ്, ലിപ്സിൻ്റെ കെയർ ആണ്. ഇനിയുള്ളത് എല്ലാ ദിവസവും ചെയ്യേണ്ട രാത്രിയുള്ള നൈറ്റ് കെയർ. അപ്പം ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊന്ന് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനും വാങ്ങിക്കാൻ കിട്ടും. ഇത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ മോയ്സ്ചർ പോലും പിടിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിന് കൊണ്ട് തരുന്ന കാര്യമാണ് ഗ്ലിസറിൻ. കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറിനെ ഇത് പുരട്ടുവാണെങ്കിൽ അത് ലോക്ക് ചെയ്യും, പുറത്തേക്ക് പോകാതെ അത് സൂക്ഷിക്കും. അങ്ങനെ ഗ്ലിസറിൻ സ്കിന്നിനും ലിപ്സിനും ഒക്കെ നല്ലതാണ്. എല്ലാ ദിവസവും ഗ്ലിസറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ലിപ്സിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലിപ്സ് നല്ല ബേബി സോഫ്റ്റ് ആൻഡ് പിങ്ക് ആയിട്ടിരിക്കും. അതൊരു പ്രത്യേക ആണ്, അതെനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ്റെ കൂടെ 2 കാര്യങ്ങളും കൂടി ഞാൻ ചേർക്കും. അതായത് ഒന്ന് നാരങ്ങാനീര്, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിലും വളരെയധികം നല്ലതാണ്, കണ്ണിൻ്റെ അടിയിൽ പുരട്ടാൻ നല്ലതാണ്. അണ്ടർ ഐ ക്രീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വെറുതെ തേച്ചിട്ട് ഇപ്പോൾ വേറെ അണ്ടർ ഐ ക്രീംസ് ഒന്നും ഇല്ലെങ്കിലും ആൽമണ്ട് ഓയിൽ വെറുതെ കണ്ണിൻ്റെ താഴെ തേച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിലും നല്ലതാണ്. ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. കുറച്ച് ഇരുണ്ടിരിക്കുന്ന ഭാഗമെല്ലാം കുറച്ചുകൂടി ലൈറ്റർ ആക്കാനായിട്ട് ആൽമണ്ട് ഓയിൽ സഹായിക്കും. പിന്നെ ഉള്ളത് നാരങ്ങയാണ്. നാരങ്ങ അറിയാമല്ലോ, നല്ലൊരു ക്ലെൻസറാണ്, വൈറ്റമിൻ സി ആണ്, നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെയൊക്കെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും ഒക്കെ ചെയ്യും. വൈറ്റമിൻ സിയുടെ സെറം ഉപയോഗിച്ചാലും മതി. ഞാൻ പക്ഷേ നാരങ്ങാനീര് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നാരങ്ങാനീരാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നാരങ്ങാനീര്. അതും പിന്നെ ഗ്ലിസറിനും അതിൻ്റെ കൂടെ ആൽമണ്ട് ഓയിൽ, ഈ 3 കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ഡാർക്ക്നെസ് കുറച്ച് ലൈറ്ററാക്കും. അങ്ങനെ 3 കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഗ്ലിസറിൻ ഒരല്പം, ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് മിക്സിങ്ങിന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ്. ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിക്കാം. ഒരല്പം, ഒരു എന്താ പറയുക, ഒരു 2-3 ഡ്രോപ്പ്, 3-4 ഡ്രോപ്പ്. അതിനകത്തേക്ക് 2-3 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ 2-3 ഡ്രോപ്പ് ഒഴിക്കുന്നു. ഇത് ഏർബൻ ബൊട്ടാനിക്സിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. വ്യത്യാസമുണ്ട് കേട്ടോ, ആൽമണ്ട് ഓയിലും സ്വീറ്റ് ആൽമണ്ട് ഓയിലും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ 2-3 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഒഴിക്കുന്നു, എന്നിട്ട് മിക്സ് ചെയ്യുന്നു. ലിപ്സിൽ നിന്നും എല്ലാം മാറ്റി ഇനി ഞാൻ ഇത് നൈറ്റ് സ്കിൻ കെയറിന് ചെയ്യുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെ ഈ കാര്യം വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മതി കേട്ടോ, രാത്രി ഒരു നേരത്തേക്കല്ലേ നമ്മൾ തേക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി മിക്സ് ചെയ്തിട്ട് ബാക്കി വരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പിറ്റേ ദിവസം ഉപയോഗിക്കാം. ഇനി ചുണ്ടിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, രാവിലെ നോർമലായിട്ട് ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ മുഖത്ത് എന്തായാലും മോയ്സ്ചറൈസറൊക്കെ രാത്രിയുള്ള സ്കിൻ കെയർ കാര്യങ്ങൾ ഫേസിൽ പുരട്ടും, കണ്ണിൻ്റെ അടിയിൽ ഐ ക്രീം പുരട്ടുന്നുണ്ടാവും, എല്ലാം ചേർന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ ആസ് യൂഷ്വൽ മുഖം കഴുകുന്ന കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും വാഷ് ചെയ്ത് പോകും. പിന്നെ ഇങ്ങനെ ചുണ്ടിലിട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും പറയാനില്ല. പിന്നെ ഗ്ലിസറിൻ്റെ ടേസ്റ്റ് അറിയില്ല. നാരങ്ങ നീരിൻ്റെ ചെറിയ അഥവാ നാക്കിലൊക്കെ ആയാൽ പോലും ഒരു ചെറിയ പുളിയുടെ ഇത് ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല, അത് ഉള്ളിലേക്ക് പോയാലും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല, ആകില്ല. അത് ലിപ്സിനൊരു പ്രൊട്ടക്ഷൻ പോലെ അത് കിടന്നോളും, നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. നമ്മൾ ഇങ്ങനെയെല്ലാം നമ്മളുടെ ചുണ്ടിനെ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രായമേറി വരുമ്പോഴും നമ്മളുടെ ചുണ്ട് നല്ല നല്ല തുടിപ്പുള്ള നല്ല നിറമുള്ള ചുണ്ടായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ഇങ്ങനെ ചുക്കി ചുളുങ്ങി കുറച്ച് ക്രാക്സൊക്കെ ആയിട്ട് ഒരു ഭംഗിയില്ലാത്ത ചുണ്ടായിട്ട് മാറും. അപ്പോൾ എന്തായാലും ഞാൻ അത്ര ചെറുപ്പം കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ എൻ്റെ ചുണ്ടൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടല്ലോ, അതിൽ തെറ്റില്ല. കാര്യം ഏത് ഏജിലും നമ്മൾ നമ്മളുടെ ശരീരം സ്കിന്നും ഹെയറും ഒക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ആരെയും കാണിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കൂട്ടത്തിൽ ധാരാളം വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കുന്നതും വെജിറ്റബിൾസ് കഴിക്കുന്നതും നമ്മളുടെ ശരീരത്തിനെ നമ്മൾ എങ്ങനെ ഉള്ളിലൂടെ എന്തൊക്കെ കഴിച്ച് രക്ഷിക്കുന്നു, പിന്നെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജീവിതം, ഇതെല്ലാം ബാലൻസ് ചെയ്ത് വന്നാലേ കാര്യം നന്നാവുള്ളൂ. പക്ഷേ ഇത് ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം, അതിലൊരു മടിയും വിചാരിക്കേണ്ട. ഏജ് കൂടി ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന, ആരെ കാണിക്കുക, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. എനി ഏജ്, ചെറിയ കുട്ടികളോട് ഒരു 15 വയസ്സ് തൊട്ടുള്ളവർക്ക് മുതൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് കൊച്ചു കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. ഒരു 20 വയസ്സ് 18 വയസ്സ് ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ലിപ് കെയർ കൊടുത്ത് തന്നെ പോകണം. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് മാത്രം ലിപ്സ്റ്റിക്ക് ഇടുക. പിന്നെ ഇതുകൂടാതെ രാത്രി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ഇത് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ ചുണ്ട് നല്ല പിങ്ക് ആൻഡ് സോഫ്റ്റ്, ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ എന്താ പറയണ്ടേ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇതിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതിയാകും. ഇത് ചെയ്യാത്ത ആൾക്കാർക്കാണ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടി വരിക. ആക്ച്വലി എനിക്കൊരു ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ അങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. ഇതിപ്പോൾ അല്ലാതെ ഞാനിങ്ങനെ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഈ ഒരു മിക്സ് പുരട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചുണ്ടുകൾ ഞാൻ സംരക്ഷിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചുണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്കിൻ ടൈപ്പ് ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രേഷൻ മീൻസ് മോയ്സ്ചറൈസിങ്. പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് മാത്രം, അത് ലിപ് ബാം ഉപയോഗിച്ച് ഒരല്പം വെയിറ്റ് ചെയ്യണം, ഒന്ന് ലിപ്സിൽ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുക, അത്രേ ഉള്ളൂ. ഇനി ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാരാണെങ്കിലും ലിപ് ബാം ഉപയോഗിച്ചിട്ട്, നല്ലൊരു സൺ പ്രൊട്ടക്ഷനുള്ള ലിപ് ബാം ഉപയോഗിച്ചിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. ഓക്കെ, ഇതാണ് രീതി. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ചുണ്ടുകൾ സംരക്ഷിക്കുന്നത്. വളരെ സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.